ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുക. അങ്ങനെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഞങ്ങൾ കാറിന് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 5:05 5:45 ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളുമായിരുന്നു. കാരണം വേറൊന്നുമല്ല, മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് മോർണിംഗ് നല്ല വ്യൂ കാണുമ്പോൾ ഇറങ്ങി നിൽക്കാൻ തോന്നത്തില്ല. പക്ഷേ തണുപ്പ് എനിക്ക് അത്ര സുഖമല്ലാത്തതുകൊണ്ട് ഇറങ്ങി നിൽക്കാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി. പിന്നെ ബാംഗ്ലൂർ ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള വേറെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സേലത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ അവർ നേരത്തെ ഞങ്ങളെക്കാട്ടും കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ A2-ലാണ് കയറി. അവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞ് ഇന്നടുത്ത് കയറിയേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും അവർ ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ രണ്ട് വഴിക്കാണ് തരുന്നത്. അവർക്ക് ട്രിവാൻഡ്രമാണ് പോകേണ്ടത്, ഞങ്ങൾക്ക് പത്തനംതിട്ടയ്ക്കാണ് പോകേണ്ടത്. എന്താണെന്നറിയത്തില്ല, ഈ പ്രാവശ്യം ഡിസംബർ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി, പ്രതീഷ് ആൻഡ് വീണ. പൊതുവേ വെജ് റെസ്റ്റോറൻറ്റ് കയറിയ ഞാൻ പൂരി മാത്രമേ ഓർഡർ ചെയ്യാറുള്ളൂ കേട്ടോ. എനിക്ക് വേറെ താല്പര്യമില്ല വേറെ ഫുഡ്. ഇവർ ഇഡ്ഡലിയൊക്കെയാണ് കഴിച്ചത്, ഇഡ്ഡലി മസാല ദോശ അങ്ങനെ എന്തൊക്കെയാണ് അവർ കഴിച്ചത്. ഞാൻ എപ്പോഴും വെജ് റെസ്റ്റോറൻറ്റ് കയറി പൂരി മാത്രമേ ഓർഡർ ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. അങ്ങനെ ഫുഡും എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ രണ്ട് വഴിക്ക് തിരിയുകയാണ് ഇനി. അങ്ങനെ അവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി സേലത്ത് വെച്ചാൽ കോളേജിലൊന്ന് കയറി. ഒരുപാട് എപ്പോഴും ഇതുവഴി പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഓർക്കും കേട്ടോ, കോളേജിലൊന്ന് കയറണം. ചേച്ചൻ എപ്പോഴും പറയും, ചേച്ചിയോട് എപ്പോഴും വിളിക്കാറുണ്ട്. നമുക്കിങ്ങനെ ഈ പ്രാവശ്യം അതായത് അങ്ങ് നടത്തിയാണ് കേട്ടോ. അതാണ് ഇച്ചാൻ പഠിച്ച കോളേജ്, സേലത്ത് ജ്ഞാനമണി കോളേജ് എന്ന് പറയും കേട്ടോ. ഇവിടെയാണ് ബിടെക് എഞ്ചിനീയറിംഗ് പഠിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു പൂർവ്വ വിദ്യാർത്ഥി അവരുടെ പഴയ കോളേജിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഈച്ചാൻ്റെ മുഖത്ത് ഞാൻ കണ്ടത്. അത് ഈ ബിൽഡിങ്ങാണ്, അത് ആ ബിൽഡിങ്ങാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരിക കേട്ടോ എനിക്ക്. ശരിക്കും അതൊക്കെ നമുക്ക് ഭയങ്കര ഇതല്ലേ, നമ്മൾ പഠിച്ച പഴയ കോളേജിലേക്ക് സ്കൂളിലേക്കൊക്കെ ചെല്ലുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ടീച്ചർ പഠിച്ച ക്ലാസ്. ഈ പ്രാവശ്യം നാട്ടിൽ പോകാൻ നേരം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ മധുര, തൈനി, കമ്പം അങ്ങനെ വരാനുള്ള വഴിയാണ്. അപ്പോൾ ആ വഴി വരുന്ന വഴിക്ക് ഇച്ചാൻ്റെ കോളേജിലൊന്ന് കയറും. മുമ്പ് പഠിച്ച കോളേജിലേക്ക് വന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ സന്തോഷമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം വിജാൻ HOD കാണാൻ പോവുകയാണ്. പുള്ളിക്കാരത്തിൽ സംസാരിക്കാനും പുള്ളിക്കാരത്തിൻ്റെ ഫോണിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതിൻ്റെ ആ ഒരു സന്തോഷം വിജാൻ്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ മാമിനോട് ടാറ്റ ബൈബി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോവുകയാണ്. ശരിക്കും പറഞ്ഞൊരു മെമ്മറബിൾ ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ശരിക്കും ഒരു നല്ലൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ മാമിനെ എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിനി അവിടുന്ന് യാത്ര ഇങ്ങനെ തുടരുകയാണ് ഗൈസ്. ഇതാണ് ഇച്ചാൻ്റെ കോളേജ് കേട്ടോ, ജ്ഞാനമണി. കുഞ്ഞ് നല്ല ഉറക്കമൊക്കെ ആയിരുന്നു ട്രാവൽ ചെയ്യാൻ. വണ്ടി എപ്പോൾ നിർത്തി അപ്പം എഴുന്നേറ്റ്. ഞങ്ങൾ കോളേജിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. ഞങ്ങൾ സീറ്റിലേക്ക് ഇരുത്തിയാണ് ഇങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം പിന്നെ ഉച്ചയായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. എനിക്ക് തമിഴ്നാട്ടിൽ നിന്നും ലഞ്ച് കഴിക്കുന്ന വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനത്തെ ചോറ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആലു പൊറോത്ത അങ്ങനെ എന്തോ ആണെന്ന് കഴിച്ചത്. ഇച്ചാൻ പൊറോട്ട കേട്ടോ ഓർഡർ ചെയ്ത്, ഞാൻ ആലു പൊറോത്ത ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി അവിടുന്ന് പിന്നെയും ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് സേലം, കമ്പം, തേനി, കുമളി അങ്ങനെ കയറിയാണ് വീട്ടിലേക്ക് വന്നത്. സാധാരണ പാലക്കാട്, തൃശ്ശൂർ അങ്ങനെയാണ് വരുന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് അങ്ങനെ വന്നു. അതുകൊണ്ട് കോളേജിലൊക്കെ കയറാനും മാമിനെ കാണാനും ഒക്കെ പറ്റി.
ഇപ്പോൾ ശബരിമല സീസണും കൂടെ ആയതുകൊണ്ട് തേനി ആ റൂട്ട് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ കുമളിയൊക്കെ ആയപ്പോൾ നല്ല ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യപ്പന്മാരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പൈപ്പ് എന്ന് പറയുക കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്ന പൈപ്പ് കേട്ടോ. നമുക്ക് മറ്റേ റൂട്ടിനെക്കാട്ടിൽ കുറച്ചുകൂടി എളുപ്പം ഈ റൂട്ട് വരുന്നത് കേട്ടോ. കുമളി ചെക്ക് പോസ്റ്റാണിത്. ഞങ്ങൾ പിന്നെ മുണ്ടക്കയൊക്കെ ആയപ്പോൾ ചായ കുടിക്കാനൊക്കെ കയറി. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് ഒന്നൊന്നൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. വേറൊന്നും പറയാനില്ല. ഇതാണ് ഞങ്ങളുടെ തിരുവല്ല എന്ന് പറയുന്നത്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് അടിപൊളി റിവ്യൂ ആട്ടെ നൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് തിരുവല്ല മഹാലക്ഷ്മി സിൽക്സ്. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണ്. അങ്ങനെ എല്ലാം കൊണ്ട് ഈ ഒരു ഫുൾ ഡേ അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് തീരുകയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. താങ്ക് യു.